നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്നും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ BJP പ്രവർത്തകരുടെ കിറ്റ് വിതരണം തടഞ്ഞിരിക്കുന്നു UDF-ഉം LDF-ഉം എന്നാണ് ആ വാർത്ത. അവിടെ വാടാനപ്പള്ളിക്ക് സമീപം ആത്മാവ് ജംഗ്ഷനിലാണ് ഈ കിറ്റ് വിതരണം ചെയ്യാൻ ശ്രമിച്ചത്. 2000-ഓളം കിറ്റുകൾ ആ വിതരണത്തിന് എത്തിച്ചു എന്ന് LDF ആരോപിക്കുന്നുണ്ട്. ഒരു പ്രതികരണം കൂടി ലഭ്യമാവുന്നു. അതിലേക്ക് ആദ്യം. നാട്ടുകാരുടെ ഇടയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഇന്നലെയും ഇവിടുന്ന് 1500-ഓളം കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിത് അറിഞ്ഞു വന്നപ്പോൾ സ്വാതന്ത്ര്യം ഭരണാനന്തര സമിതിക്ക് വേണ്ടിയിട്ടാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്തത് ആദ്യം പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു സംഭവം അവർക്കറിയില്ല. BJP-യുടെ യുവമോർച്ചയുടെ നേതാവ് ഇതിൻ്റെ അകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. BJP-യുടെ വണ്ടികൾ നിരന്തരമായിട്ട് ഇവിടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പോലത്തെ രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് കിറ്റ് രാഷ്ട്രീയം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇന്നലെയും ഈ രീതിയിൽ ഒരു കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ആക്ഷേപവും പരാതിയും ഒക്കെ ഉണ്ടായിരുന്നു. അതവിടെ LDF പ്രവർത്തകർ തടഞ്ഞതൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ, അതിന്റെ തുടർച്ചയാണോ ഈ സംഭവം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രീത്ത്? അത് വേറെ ഇത് വേറെ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും രണ്ടും രണ്ട് മണ്ഡലമാണ്. ഇന്നലെ അത് ഒളരിയിലായിരുന്നു പ്രജിൻ. ഇന്ന് പക്ഷേ അത് മണലൂർ മണ്ഡലത്തിലെ ആണ് BJP-യുടെ കിറ്റ് വിതരണം നടന്നിരിക്കുന്നതെന്നാണ് പരാതി വന്നിരിക്കുന്നത്. അത് അവിടെ വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്നാണ് CPIM അതുപോലെ തന്നെ UDF പ്രവർത്തകർ ഇതിനകം തന്നെ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ആ മേഖലയിൽ ഇപ്പോൾ വലിയ തോതിൽ പ്രവർത്തകർ ഒരു സംഘർഷ സാധ്യതയിലേക്ക് അടക്കം നീങ്ങുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവിടെ ഒരു BJP-യുടെ യുവമോർച്ചയുടെ പ്രവർത്തകനെ അടക്കം ആ സ്ഥാപനത്തിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നുവെന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. 1500-ലധികം വരുന്ന കിറ്റുകൾ ഭക്ഷ്യക്കിറ്റുകളാണ്. ഇത് ഓണക്കിറ്റിന്റെ മറവിൽ നൽകുകയാണ് BJP പ്രവർത്തകർ ചെയ്യുന്നതെന്ന പരാതിയാണ് LDF-ഉം UDF-ഉം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കിറ്റുകൾ ഇന്നലെയും ഇതുപോലെ തന്നെ കൊണ്ടുപോയിരുന്നു. BJP പ്രവർത്തകരുടെ വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പോലീസ് ആ മേഖലയിൽ എത്തിയിട്ടുണ്ട്. കേസെടുക്കണമെന്നാണ് ആവശ്യം. ഇന്ന് രാവിലെ ഈ ഒളരിയിൽ നടന്ന സംഭവത്തിൽ ആ പ്രദേശത്തെ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കിറ്റ് വിതരണത്തിൽ കേസെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേസെടുത്തിരുന്നു. സമാനമായ രീതിയിൽ ഇവിടെയും ഒരു കേസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ കിറ്റ് നേരിട്ട് വന്ന ആളുകൾ വാങ്ങുന്നതല്ല, ആളുകളുടെ വീടുകളിൽ എത്തിച്ച് നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരെങ്കിലും കിട്ടിയ ആളുകൾ കിറ്റ് കിട്ടിയെന്ന തരത്തിലുള്ള പരാതി അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതം വേണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രതികരണം വേണം. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും BJP പ്രവർത്തകരാണ് കിറ്റ് വിതരണം ചെയ്യുന്നതെന്ന പരാതിയാണ് LDF-ഉം UDF-ഉം ഉന്നയിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. LDF UDF പ്രവർത്തകർ ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണ്. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. അവിടെ കിറ്റ് വിതരണം എന്നൊരു ആരോപണമാണ് LDF-ഉം UDF-ഉം ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിലേക്കൊക്കെ പോവുകയാണ് മുന്നണികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ ചിറ്റൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. അത് പാലക്കാടേക്ക് പോകുന്ന ബസ്സാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ശക്തമായ ചൂടുണ്ട്. ഇന്ന് ഈസ്റ്റർ കൂടി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുകളൊക്കെ രാവിലെ ഒരു 10 മണിക്കൊക്കെ വന്ന സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് ആൾക്കാരൊക്കെ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയമാണ്. നമുക്കൊരു യാത്രക്കാരൊക്കെ അത്യാവശ്യം ഈ ബസ്സിലുണ്ട്. നമുക്ക് ഇവരോടൊക്കെ എന്തെങ്കിലും ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ പേരെന്താ? ബാബു. ഏത് മണ്ഡലമാണ്? ചിറ്റൂർ മണ്ഡലമാണ്. എന്താ ഇപ്പോൾ ഒരു അവസ്ഥ? ഇലക്ഷൻ്റെ ഒക്കെ ഒരു ചൂട് എങ്ങനെയുണ്ട്? ആർക്കാണ് വിജയസാധ്യത? LDF-നാണ്. അത് കഴിഞ്ഞ തവണ 2 തവണയും LDF ആയിരുന്നു ജയിച്ചത്. പക്ഷെ അതിനു മുമ്പ് അച്യുതൻ ഉണ്ടായ സമയത്ത് തുടർച്ചയായി ജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ 10 വർഷം പിടിച്ചിട്ട് LDF. അപ്പൊ ഇത്തവണ കേരളം ആര് ഭരിക്കുന്നത് തോന്നുന്നു? അത് LDF ഉറപ്പാണ്. എത്ര സീറ്റ് കിട്ടും? ഒരു 100 സീറ്റ്. ഓ അടിപൊളി. അങ്ങനെയാണ് പറയുന്നത്. ചേട്ടാ നമസ്കാരം. വാസു. ഇവിടെയാണോ? ചിറ്റൂരാണോ? എവിടെയാ വോട്ട്? എവിടെയാ? വോട്ട് ആലപ്പുഴ. അപ്പൊ ഇത്തവണ കേരളം ആര് ഭരിക്കുന്നത് തോന്നുന്നു? LDF ആണോ UDF ആണോ? അല്ല NDA വരും? അത് പറയാൻ പറ്റില്ല. ചേട്ടൻ വോട്ടുണ്ടോ? വോട്ടുണ്ട്. മനസ്സിൽ ഒരാളുണ്ട് വോട്ട് ചെയ്യാൻ. ആരാണെന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല, രഹസ്യമാണ്. ഓക്കെ. യെസ്. നമസ്കാരം ചേട്ടാ. എന്തൊരവസ്ഥ? ചിറ്റൂരിലാണോ വോട്ട്? ഈ ചിറ്റൂരിലെ അവസ്ഥ എന്താ? വരും. അപ്പം കേരളത്തില് ഭരണം ആർക്കായിരിക്കും? പിണറായി തന്നെ വീണ്ടും ഒരു 3.0 വരുന്നാണ് പറയുന്നത്. ആണോ ചേട്ടാ? LDF ആണ്. ഞാൻ പറഞ്ഞ തമിഴ്നാടാണോ? ഓക്കെ. നമ്മുടെ ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചി നമസ്കാരം. ചേച്ചി ഇവിടെ വോട്ടുണ്ടോ? ഇവിടെ ചിറ്റൂർ തന്നെയാണോ? ആർക്കാ വോട്ട് ചെയ്യുക? LDF-നാണോ UDF-നാണോ NDA-ക്കാണോ? മോൾക്ക് വോട്ടുണ്ടോ? വോട്ടില്ല. ഓക്കെ. ചേച്ചി ആർക്കായിരിക്കും വോട്ട്? തമിഴ്നാടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ പല കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയുള്ള ഒരുപാട് പേരെ പരിചയപ്പെടുന്നു. എന്തായാലും നേരത്തെ വന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി ജനശബ്ദം.
10 വർഷം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് പല കാര്യങ്ങളിലും. ചിറ്റൂരിൽ UDF സാധ്യത, മറിച്ചുമാവാം. വളരെ ബുദ്ധിമുട്ട്. ഏത് വിഷയം എടുത്താലും വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF വരണമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. ഉറപ്പായിട്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി സുബേഷ് അച്യുതൻ ജയിക്കും. പറയാൻ കാരണം ചോദിച്ചാൽ ഇപ്പോഴത്തെ നടക്കുന്നതിൻ്റെ കാര്യം അറിയല്ലോ. വികസനങ്ങൾ ഒന്നും രൂപമില്ല, പല കാര്യങ്ങളും ജനങ്ങളൊന്ന് പിന്തിരിയാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത്. അല്ല, കണ്ടറിയാം. ഈ പ്രാവശ്യം 2 പുതിയ മുഖങ്ങളാണ്. കാരണം ഈ പ്രാവശ്യത്തെ അങ്ങനെ അല്ലാതെന്ന് അറിയില്ല, എന്നാലും കണ്ടറിയാത്രേ ഉള്ളൂ. ചിറ്റൂരിൽ മാറ്റം വന്ന നല്ലൊരു കാര്യമാണത്. കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളെ കൊണ്ടും ആരും രാഷ്ട്രീയപരമായിട്ട് പറയല്ല, ബട്ട് ഒരു മാറ്റം അനിവാര്യമാണ്. ആ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ആരും അവരെ മോശം. യെസ്, അപ്പോൾ അതൊക്കെയാണ് ചിറ്റൂരിലെ മണ്ഡലത്തിലെ ജനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കേവലം 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ള. ഷാരിക, തീർച്ചയായും ഇനി 2 ദിവസം കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്കാണ്. അപ്പോൾ എന്തായാലും ആളുകൾക്കിടയിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കാരണം ആളുകൾ കൃത്യമായി രാഷ്ട്രീയം തന്നെ പറഞ്ഞു തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും കൃത്യമായ ഒരു ബോധ്യമുണ്ട്, രാഷ്ട്രീയ ബോധ്യമുണ്ട്. ഈ മണ്ഡലത്തിലെ വികസനങ്ങൾ, അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ ചർച്ചകളെല്ലാം അവർ ചർച്ച ചെയ്ത ശേഷം, കൂടുതൽ ആലോചിച്ച ശേഷം തന്നെയാണ് എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഉറപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാർഷിക മേഖലയാണ്, നെൽകൃഷിയും അതോടൊപ്പം തന്നെ ക്ഷീര കർഷകരൊക്കെ ഉള്ള ഒരു ഇടമാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അമ്പലപ്പുഴയിലേക്കാണ്. ക്രിസ്റ്റീന ചെറിയാൻ അമ്പലപ്പുഴയിൽ തയ്യാറായി നിൽക്കുന്നു. ഓവർ ടു യു ക്രിസ്റ്റീന. നമ്മൾ ശരൺ എന്ന ബസ്സിൽ നിന്നും നേരെ പാലക്കാടേക്ക് യാത്ര ചെയ്യുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. ആ ബസ് എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലോ ബസ്സിലിരിക്കുന്നവരുടെയൊക്കെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഈ ചിറ്റൂരെ ഒരു അവസ്ഥയെന്ന് പ്രജന് തോന്നുന്നുണ്ട്? ക്രിസ്റ്റീന, ചിറ്റൂരുകാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നു വീണ്ടും LDF എന്നാണ്, കുറച്ച് പേർ UDF എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ നെൽകർഷകരാണ് കൂടുതലായിട്ടുള്ളത്, ക്ഷീരകർഷകരുണ്ട്. അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്, പ്രത്യേകിച്ചും കുടിവെള്ളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.